ചെറിയ അഭിപ്രായം എനിക്കും ഷെയർ ചെയ്യാൻ തോന്നി. എന്താണെന്നല്ലേ, നമ്മൾ യൂട്യൂബിലായാലും എഫ് ബിയിലായാലും വീഡിയോസും പോസ്റ്റുകളും ഷെയർ ചെയ്യാറുണ്ട്. അതിൽ തന്നെ നെഗറ്റീവും പോസിറ്റീവുമായ ഒത്തിരി കമൻസുകൾ വരാറുണ്ട്. പോസിറ്റീവായും നെഗറ്റീവായാലും പറ്റുന്ന രീതിയിൽ നമ്മൾ ആ ഒരു പോസിറ്റീവ് വൈബോട് കൂടെ പോകും. പക്ഷേ ചില കമൻസുകൾ കാണുമ്പോൾ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. ബ്ലോക്ക് ചെയ്താലും വീണ്ടും വരുന്ന ഫേക്ക് അക്കൗണ്ട് വഴി വീണ്ടും ആ ഒരു കമൻസുകൾ, അതുപോലത്തെ കമൻസുകൾ വീണ്ടും വരും. എത്ര നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും? 2 ദിവസം മുന്നേ വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയ്ക്കെതിരെ മോശം കമൻ്റ് ഇട്ട ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുത്തു. അത് നിങ്ങൾ കേട്ട കാര്യമാണ്. ബാക്കി കാര്യങ്ങൾ പ്രൊസീജിയറെല്ലാം വഴിയേ നടക്കും. കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഭരണഘടനയിൽ നമുക്ക് പറയാനുള്ള അഭിപ്രായമുണ്ട്. നമ്മുടെ റൈറ്റ്സാണ്, നമുക്ക് അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരെ കുറിച്ചുള്ള മോശം കാര്യങ്ങൾ പറയേണ്ട അഭിപ്രായം അല്ലെങ്കിൽ റൈറ്റ്സ് ആരും തന്നെ തന്നിട്ടില്ല. 356 BNS പ്രകാരം ഡിഫമേഷൻ ക്രൈമാണ്. 2 വർഷം വരെ അകത്ത് പോകേണ്ട കുറ്റമാണ്. ഇത് പലരും അറിയാതെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ കമൻസ് വരുന്നത് ഫേക്ക് അക്കൗണ്ട് വഴിയാണ്. ഫേക്ക് അക്കൗണ്ട് വഴി കമൻസ് ഇടുമ്പോൾ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഫേക്ക് അല്ലേ, എന്നെ തിരിച്ചറിയുന്നില്ല, ഞാൻ ആരാണെന്ന് മനസ്സിലാവുന്നില്ല. സൈബർ സെൽ വഴി ഒരു കംപ്ലയിൻറ്റ് കൊടുത്താൽ ഏത് ഫേക്ക് അക്കൗണ്ട് വഴിയാണെങ്കിലും അവരെ തിരിച്ചറിയാൻ പറ്റും. അതിനുള്ള ലീഗൽ ആക്ഷൻ അവർക്ക് എടുക്കാനും പറ്റും. ഇതൊന്ന് അറിഞ്ഞും മനസ്സിലാക്കി വേണം നിങ്ങൾ പല കാര്യങ്ങളും പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാൻ. പോസ്റ്റ് ചെയ്തുള്ളൂ, മാന്യമായ രീതിയിൽ, മോശമല്ലാത്ത രീതിയിലുള്ള കമൻസുകൾ ഇട്ടുള്ളൂ, ഒരു പ്രോബ്ലം ഇല്ല. ഇതൊന്ന് അറിഞ്ഞു വെച്ച് വേണം മുന്നോട്ട് പോകാൻ. ഫേക്ക് അക്കൗണ്ടിലൂടെ കമൻസ് ഇടുന്നവർ ഒന്ന് മനസ്സിലാക്കുക. ഇത് എനിക്ക് പറയണമെന്ന് തോന്നി. ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ അഭിപ്രായം പറയേണ്ട റൈറ്റ്സ് എനിക്കുണ്ടല്ലോ. അപ്പോൾ അത് ഷെയർ ചെയ്തില്ലെങ്കിൽ അത് ശരിയല്ല. അതുകൊണ്ടാണ് ഇത്രയും കാര്യം പറയുന്നത്.